ഹായ്. അതെ, നമ്മളിന്ന് നമ്മുടെ വീട്ടിൽ കരിക്കിടാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെന്തെങ്ങിൻ്റെ ഒരു തെങ്ങുണ്ട്. അപ്പോൾ അതുമ്പോൾ നിറച്ച് കരിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നട്ട് നോക്കാം. അപ്പോൾ ചേട്ടനാണ് കരിക്കിടുന്ന ആൾ. അപ്പോൾ ചേട്ടൻ കയറിയിട്ടുണ്ട്. നമ്മുടെ സൺസൈഡിൻ്റെ അവിടെ നിന്നാൽ നമുക്ക് വേഗം എത്തും. അപ്പോൾ അത് കാരണം പിന്നെ കുഴപ്പമില്ലല്ലോ, വേറെ ആൾക്കാരുടെ സഹായമൊന്നും വേണ്ട. നല്ല പാകമായിട്ട് ഇപ്പം നിൽക്കുന്നുണ്ട്. നല്ല വെള്ളമൊക്കെ ഉള്ള പാകമാണ് ഇപ്പോൾ. കുറച്ച് കാലമായിട്ടുള്ളൂ കേട്ടോ നമുക്കിതുമൊന്ന് കരിക്ക് കിട്ടി തുടങ്ങിയിട്ട്. നമ്മളിടയ്ക്ക് പൊട്ടി കുടിക്കും, കാമ്പൊക്കെ കഴിക്കും. പിന്നെ ഇവിടെ നമ്മുടെ ചേട്ടൻ്റെ വീട്ടിലുണ്ണോളുണ്ട്, അവർക്ക് കൊടുക്കും. അനിയൻ്റെ വീട്ടിലേക്ക് കൊടുക്കും. അങ്ങനെ ചിലപ്പോൾ ആൾക്കാരൊക്കെ വന്ന് ചോദിക്കാറുണ്ട് കരിക്ക് കൊടുക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. 2 3 കേട്ടോ, എല്ലാം കൂടിയിട്ടിട്ട് കാര്യമില്ലല്ലോ. നാളെ ബാക്കിയുള്ളത് നാളെ ഇടാം. മതി. അപ്പം അതെടുക്കാനോ? കണ്ട ഗൈസ്, ഇതാണ് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കരിക്ക്. ചെന്തെങ്ങിൻ്റെ കരിക്കാണ് കേട്ടോ. ആരുടെ വീട്ടിലൊക്കെ ഉണ്ട് ചെന്തെങ്ങിൻ്റെ കരിക്ക്? മറ്റുള്ള കരിക്കിനെക്കാട്ടും സ്വാദും പിന്നെ ഗുണങ്ങളൊക്കെ കൂടിയതാണ് ചെന്തെങ്ങിൻ്റെ കരിക്ക്. വെട്ടി കുടിക്കാം. കുറച്ചുള്ള വെട്ടുവത്തിയുടെ പിടി മുറിഞ്ഞു. അപ്പോൾ ഈ വെട്ടുവത്തിക്കാണെങ്കിൽ അധികം മൂർച്ചയില്ല, മൂർച്ച കുറവാ. പൊളിച്ചു. ഇത്രേ ഉള്ളൂ. ഒരു ഗ്ലാസ്. കറക്റ്റ് ഒരു ഗ്ലാസ് കിട്ടിയിട്ടാ ഗൈസ്. സൂപ്പറാണ്. മറ്റേ ഇപ്പം കഴിക്കാം, എല്ലാവർക്കും ഇഷ്ടമുള്ള പാകം. നമ്മുടെ ഗോപുവിൻ്റെ ഫേവറേറ്റ് ഉണ്ട് ഇടനീ വെള്ളം. ഗോപുവിന് വേണ അതെ ചിരിക്കും. ഗോപുവിന് വേണ മാറിക്ക്, അമ്മ തരാം മാറിക്ക്, മുഖം മാറ്റ്. ഗോപുവിന് എത്ര ഇളനീ വെള്ളം കൊടുത്താലും മുഴുവൻ കുടിക്കും. വീണ്ടും വേണം എന്നിട്ട് നോക്കിക്കൂട്ടാ. പച്ചമീൻ കഴിക്കുന്നുണ്ട് കേട്ടോ. മാറിയില്ലേ?